നമസ്കാരം. ഡോക്ടർ അനിൽ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷനാണ്. +2 പാസ്സായിട്ടുള്ളവർക്ക് കേരള എക്സൈസ് ആൻഡ് പ്രൊവിഷൻ ഡിപ്പാർട്ട്മെന്റിൽ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിമാരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് എന്നാണ് പറഞ്ഞത്. ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് മുഴുവനായിട്ട് കാണുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കുകയും കൂടെ ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഈ പോസ്റ്റിന്റെ കാറ്റഗറി നമ്പർ എന്നുള്ളത് 743/2024 എന്നുള്ളതാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ വകുപ്പിലാണ് ഈ ഒഴിവുള്ളതെന്ന് മനസ്സിലാക്കുക. പോസ്റ്റിന്റെ പേര് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി എന്നുള്ളതാണ്. ശമ്പള സ്കെയിൽ 27,900 മുതൽ 63,700 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും പ്രതീക്ഷിക്കുന്ന ഒഴിവുകളിലേക്ക് ആണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ഇത് നേരിട്ടുള്ള നിയമനമായിരിക്കും എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. പ്രായപരിധി പറയുകയാണെങ്കിൽ 19 വയസ്സിനും 31 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. എന്നാൽ പട്ടിക വിഭാഗത്തിലുള്ളവർക്ക് 5 വർഷവും മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന് മനസ്സിലാക്കുക. ആൺകുട്ടികൾക്ക് മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. ഭിന്നശേഷിയുള്ളവരെ, സ്ത്രീകൾ എന്നിവർ ഈ വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കാൻ അർഹരല്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കിനി അടുത്തായിട്ട് നോക്കേണ്ട യോഗ്യതകളാണ്. യോഗ്യത നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, +2 പാസ്സായിരിക്കുക. +2 അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ വിജയിച്ചിരിക്കണം. അതോടൊപ്പം ശാരീരിക ഫിസിക്കലായിട്ടുള്ള ടെസ്റ്റ് ഉണ്ട്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കലായുള്ള സ്റ്റാൻഡേർഡ്സും കീപ്പ് ചെയ്യണം. ശാരീരിക യോഗ്യതകൾ പറയുകയാണെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് 165 സെന്റിമീറ്റർ ഏറ്റവും കുറഞ്ഞുണ്ടായിരിക്കണം. അതുപോലെ ചെസ്റ്റ് നെഞ്ചളവ് 81 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. അത് 5 സെന്റിമീറ്റർ വികസിപ്പിക്കാൻ കഴിയുമെന്നായിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ 160 സെന്റിമീറ്റർ ആയിരിക്കണം. അവർക്ക് മിനിമം അത്ര ഹൈറ്റ് ഉണ്ടായിരിക്കണം. നെഞ്ചളവ് 76 സെന്റിമീറ്ററും 5 സെന്റിമീറ്റർ എക്സ്പാൻഷനും മതിയാവും. മറ്റ് കായിക ശേഷിയും നല്ല കാഴ്ചശക്തിയും ഉണ്ടായിരിക്കണം. 2 കണ്ണിനും ദൂരക്കാഴ്ചയും സമീപകാഴ്ചയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഉണ്ടായിരിക്കണം. അതൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അസിസ്റ്റന്റ് സർജനിൽ താഴെ അല്ലാത്ത ഒരു ഡോക്ടറെ കൊണ്ട് സർട്ടിഫൈ ചെയ്ത് നിങ്ങളത് സർട്ടിഫിക്കറ്റ് ഫോർമാറ്റിൽ പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റിൽ തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം ഫാറ്റിക്, അതുപോലെ ഇപ്പം എൻഡുറൻസ് ടെസ്റ്റ് ഉണ്ട്. 2.5 കിലോമീറ്റർ ദൂരം 13 മിനിറ്റിൽ ഓടി പൂർത്തിയാക്കി എൻഡുറൻസ് ടെസ്റ്റ് വിജയിക്കണം. അങ്ങനെയുള്ളവർക്കാണ്. പിന്നീട് കായികക്ഷമതാ പരീക്ഷയുണ്ട്. 8 ഐറ്റംസ് ഉള്ളതിൽ ഏതെങ്കിലും 5 എണ്ണം നിങ്ങൾ ഫിനിഷ് ചെയ്യണം. അത് 100 മീറ്റർ ഓട്ടം 14 സെക്കൻഡ് ഫിനിഷ് ചെയ്യുക. ഹൈ ജമ്പ് 132.2 സെന്റിമീറ്റർ, ലോങ് ജമ്പ് 457.2 സെന്റിമീറ്റർ, ഷോർട്ട് പുട്ട് 7.264 കിലോഗ്രാമുള്ള ഷോർട്ട് പുട്ട് 609.6 സെന്റിമീറ്റർ എറിയുക. ക്രിക്കറ്റ് ബോൾ 6096 സെന്റിമീറ്റർ എറിയുക. അതുപോലെ കൈകൾ മാത്രം ഉപയോഗിച്ച് വടത്തിൽ കയറുക. 365.8 സെന്റിമീറ്റർ കയറണം. പിന്നെ പുള്ളപ്പ് അല്ലെങ്കിൽ ചിന്നിങ് അത് 8 തവണ ചെയ്യണം. 1500 മീറ്റർ ഓട്ടം 5 മിനിറ്റ് 44 സെക്കൻഡ് ഫിനിഷ്. ഇങ്ങനെയുള്ള 8 ഐറ്റംസിൽ ഏതെങ്കിലും 5 എണ്ണം ക്വാളിഫൈ ചെയ്യണം എന്നേരം കൂടി ഓർത്തിരിക്കുക. ഇനി നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്ന രീതി ഞാൻ പറയാം. നിങ്ങൾ ആദ്യമായിട്ടാണ് കേരള PSCക്ക് അപേക്ഷിക്കുന്ന ഒരു 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ PSCയുടെ വെബ്സൈറ്റ് ആയ www.keralapsc.gov.in എന്നുള്ള സൈറ്റിൽ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ നിങ്ങൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പിന്നീട് എത്ര പോസ്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. ഈ രജിസ്ട്രേഷൻ ഒരിക്കൽ മാത്രം ചെയ്താൽ മതിയാവും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന യൂസർ ഐഡിയും പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് എത്ര പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ ഈവൻ ഒരു മൊബൈൽ ഉപയോഗിച്ച് പോലും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിഞ്ഞായിട്ട് നമ്മൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക, കാറ്റഗറി നമ്പർ സെലക്ട് ചെയ്യുക, അപ്ലൈ എന്ന് മാത്രം കൊടുത്താൽ മതിയാവും. അതുപോലെ നിങ്ങൾ ഈ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ റീസെന്റ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അപ്ലോഡ് ചെയ്ത ഫോട്ടോയുടെ അടിവശത്ത് നിങ്ങളുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായിട്ട് രേഖപ്പെടുത്തണം എന്ന കാര്യം മറക്കാതെ ചെയ്യുക. അതേപോലെ കേരള PSCക്ക് തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. അപേക്ഷാ ഫീസ് ഒന്നുമില്ല. അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അതിൻ്റെ ഒരു പ്രിന്റ് എടുത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് PSCയുമായിട്ട് ബന്ധപ്പെടുന്ന അവസരത്തിൽ അത് വളരെ പ്രയോജനം ചെയ്യും. അതിനാൽ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈലിൽ പോയിട്ട് മൈ ആപ്ലിക്കേഷൻസ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ ഒരു കോപ്പി എടുത്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും. അതുപോലെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും റിട്ടേൺ ടെസ്റ്റോ OMR ടെസ്റ്റോ ഓൺലൈൻ ടെസ്റ്റോ ഒക്കെ എഴുതാനുള്ള കൺഫർമേഷൻ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ കൺഫർമേഷൻ ആവശ്യപ്പെടുന്ന സമയത്ത് അത് കൊടുക്കണം. കാര്യം മറന്നു പോകരുത്. ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി 2025 ജനുവരി 29 ആണെന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അതുപോലെ നിങ്ങൾക്ക് ആധാർ ഒക്കെ ഉണ്ട്, അതിന്റെ കോപ്പി കൂടെ അപ്ലോഡ് വെച്ച് കഴിഞ്ഞാൽ ID പ്രൂഫായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇതിലേക്കുള്ള താല്പര്യമുള്ള എലിജിബിൾ ആയിട്ടുള്ളവരൊക്കെ ഈ അവസരം പരമാവധി വിലപ്പെടുത്തുക. നേരത്തെ ഞാൻ പറഞ്ഞ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്.